അപ്പം നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് പോവാണ്. ഞാനല്ല, അമ്മയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചല്ലേ. അതെ, അതിൻ്റെ ഒത്തിരി നാൾ കൊണ്ട് കാണാനൊക്കെ ഇരുന്നത്. അപ്പം എന്തുവാന്ന് ഞങ്ങൾ പറയുന്നില്ല, അത് എന്നില്ലേ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ കാണിച്ചു തരാം. അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. ലിപ്സ്റ്റിക് ഇട്ട് വട്ടയപ്പം തന്നെ ലിപ്സ്റ്റിക് എല്ലാം പോയ സങ്കടത്തിലാണ്. വട്ടയപ്പല്ലേ അല്ലേപ്പം തിന്നാ എല്ലാം പോയി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. രണ്ടരോട് ഇപ്പോൾ ഇരുന്ന് കുറ്റം പറയാമല്ലയോ. നീയൊക്കെ ഇപ്പോഴല്ലേ എണീറ്റ് 6 മണിക്ക് എണീറ്റ് ബാത്റൂമിലോട്ട് കയറി പല്ലും തേച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഡ്രസ്സ് വിട്ടിറങ്ങി. ഞാൻ അങ്ങനാണോ? 4 മണിക്ക് എണീറ്റതാ. ഒരൈറ്റം ഉപ്പുമാവ്, ഒരൈറ്റം ഓട്സ്, ഒരൈറ്റം ഇഡ്ഡലി, വെള്ളച്ചമ്മന്തി, ചോറ്, മീൻകറി, മെഴുക്കുവരട്ടി, തൈര്, ചായ ഇട്ട് കൊടുത്ത് വിളക്കും കത്തിച്ച്. എല്ലാത്തിനെയും എല്ലാത്തിനെയും ക്രെഡിറ്റ് വേണം. ഈ അമ്മയുടെ മെയിൻ സ്വഭാവമാണ് ക്രെഡിറ്റ്. ഒരു ഇരട്ടപ്പയാണ് ക്രെഡിറ്റ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുക, എല്ലാം ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കണം. എന്നിട്ട് പറയാം ഞാനൊന്നും ചെയ്തിട്ട് വയ്യാതെ കിടക്കുമെന്ന് എഴുതിക്കും. വയ്യാതെ കിടന്നാലും ജോലിയെല്ലാം ചെയ്ത് എല്ലാവരും വരുമ്പോൾ ഇതെല്ലാം അങ്ങ് പറയും. എന്തിനാ? ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി. കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടായി. അത് അമ്മ അറിഞ്ഞിട്ട് അമ്മ എന്തോ ചെയ്ത് അവരെ തമ്മിൽ വിളിക്കാതെ ഉടനെ വേറെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു വിഷയം ഉണ്ട് കേട്ടോ, മോളൊന്ന് സോൾവ് ചെയ്തേക്കണേ. ഞാനിങ്ങനെ പറഞ്ഞൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം സോൾവ് ആയപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു ഞാനായിരുന്നു പറഞ്ഞ എല്ലാം പറയുകയും ചെയ്യാം. എന്നിട്ട് ക്രെഡിറ്റ് വേണം, ആരും അറിയുകയും ചെയ്യരുത്. എന്നോട്ട് എല്ലാരെയും വിളിച്ചും പറയും. അതാണ് ക്രെഡിറ്റ് അമ്മ. അത് നമുക്ക് സ്ഥലത്ത് പോകാം കേട്ടോ. നമ്മള് ഇപ്പൊ പോകുന്നത് എവിടോട്ടാന്ന് വെച്ചാ എന്തൊക്കെയുണ്ട് വേണ്ട 3 എണ്ണം കണ്ടോ. വട്ടയപ്പം നിന്ന് ലിപ്സ്റ്റിക്ക് പോയ സങ്കടത്തിൽ ഇരിക്കുവായിരുന്നു. ഗുളിക എടുത്താ പ്രഷറിന്റെ അതിനെ എടുത്തില്ലേ, ലിപ്സ്റ്റിക്ക് എടുക്കാൻ മറക്കത്തില്ലല്ലോ. ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മള് വന്നത് മീനൂട്ടിനാണ് കേട്ടോ. അതെന്തോ സംഭവം ശരിക്കും പറയുന്നത്? നമ്മളപ്പോ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മളപ്പോ അഴിക്കുന്നില്ല വട്ടച്ചാൽ. അപ്പൊ നമ്മൾ വട്ടച്ചാലാണ് വന്നിരിക്കുന്നത്. ശ്രീകുട്ടന്റെ കൂട്ടുകാരൻ ഫിഷ് ചെയ്ത്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ മീനൂട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ബോട്ടേ പോകട്ടോ. ശൈലയുടെ ആഗ്രഹമായിരുന്നു ബോട്ടേ കയറുക, കടലിൽ പോകാന്നുള്ളത്. നമ്മളപ്പം അപ്പൊ നമ്മള് ലക്ഷദ്വീപിന് പകരം അഴീക്കൽ കടലിൽ കൊണ്ടുവന്ന് കറക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടല്ലോ. അപ്പൊ നമ്മളിന്ന് മീനൂട്ട് ആദ്യമായിട്ട് കടലിൽ പോകട്ടെ. ബോട്ടേല പൊളിക്കാം. വരുന്നുണ്ടോ കടലിൽ കാണാൻ? ഇല്ല, ഞാൻ വരുന്നില്ല. ഇനിയും കാണണ്ടല്ലോ, വേണ്ട, അത്രയും മതിയല്ലേ കണ്ടത്. അപ്പൊ ബോട്ടയിലേ കയറുന്നുള്ളു, ഇനി വരുന്നില്ല? ഇല്ല, ഉറപ്പാണേ. അപ്പൊ ഈ മിച്ചറും അച്ചപ്പും ഇതെല്ലാം ഞാൻ എടുക്കുക. ഞാനും വരുന്നു. മറ്റേ നാഗവല്ലി എന്തിനാ 10 സെന്റ് സ്ഥലം? അമ്മയ്ക്ക് എന്തിവിടെ എന്തിനാ 10 സെന്റ് സ്ഥലം? ചുമ്മാതെ വീട്ടിൽ ഇടയ്ക്ക് വന്ന് നിന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ ഇവിടെ നിന്നു. എപ്പോഴും പക്ഷെ അടിയല്ലേ വടി. പിന്നെ എപ്പോഴും അടി. നന്ദു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നന്ദുവൊക്കെ ഇവിടെ ഇടയ്ക്ക് വരുന്നേ ഓരോരുത്തരെയും കൊണ്ട്. അവിടെ ഹാർബറാ, മീൻ കിട്ടുവോടാ? മീൻ കിട്ടുമോ? ആണല്ലേ. നമ്മളപ്പോ ഒരു ചെറിയ വള്ളത്തെ കയറിയാണ് അപ്പുറത്ത് വലിയ വള്ളത്തിലോട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെ സ്രാങ്കാണ്. ഒന്ന് വിഷയത്ത്, പിന്നെ പില്ലർ നമ്പർ 316, പിന്നെ കുറ്റിക്കാട് പിയോ. കല്ലിടുക്ക് മേജർ കല്ലിടുക്ക്. ഓടുന്നു ഇത്രയും പച്ചമസ്തിക്കുള്ളിൽ നമ്മുടെ പള്ളിനെ സന്തോഷമായിട്ടിരിക്കും. ഇത്രയും പച്ചകത്തി ഒരുമിച്ചാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പച്ചകത്തി ഭയങ്കര സന്തോഷം. പച്ചമത്തി കണ്ട എൻ്റെ ആനന്ദം കേട്ടോ. പച്ചമത്തി കാണിച്ചത് നല്ല പച്ചമത്തി. അമ്മയും മത്തിയും അടിപൊളി.
അടിപൊളി. അമ്മ ആദ്യമായിട്ടല്ലേ പിടക്കുന്ന മത്തിയാണ്. പക്ഷേ ബക്കറ്റ് ഇല്ല, അല്ലേ മേടിച്ചോണ്ട് പോവായിരുന്നു. നല്ല മത്തി, ബക്കറ്റ് ഇല്ല, പാത്രം ഉണ്ടായിരുന്നു, മേടിച്ചോണ്ട് ഒരു പെട്ടി അങ്ങ് എടുത്തോണ്ട് പോവായിരുന്നു. ഒരു പെട്ടി മതിയോ? പിന്നെ എന്താ, ഒരു പെട്ടി അങ്ങ് എടുത്തോണ്ട് പോവായിരുന്നു. തല കഴിയുമ്പോ ഒന്നും കാണത്തില്ല. നമ്മളതുകൊണ്ട് ആ കിടക്കുന്ന ബോട്ടിലാട്ടോ പോകുന്നത്. ആ കിടക്കുന്ന ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ശരവണ അല്ലേ? ശരവണ. അമ്മ കയറാം, ഇതമ്മ കയറാൻ പോകണം. ഇപ്പൊ കമന്റ് ഒക്കെ വരും, തള്ളക്ക് വീട്ടിലങ്ങനെ ഇരുന്ന് പോകണമായിരുന്നു. വീട്ടിലങ്ങനെ ഇരുന്നാ പോരായിരുന്നു. അപ്പൊ നമ്മുടെ മെയിനോട്ട് വെള്ളം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് വെള്ളത്തിൽ പോകാതെ? അല്ലേ എങ്ങനെയുണ്ടെ? നമുക്ക് പേടിയാ മോനെ, എന്നാലും സന്തോഷമുണ്ട്. വെള്ളത്തിന് പഴയൊരു പുള്ളിങ് ഇല്ല ഇന്ന് ബോട്ടിന്. എങ്ങനെയുണ്ട്? അതൊക്കെ എടുത്തു നോട്ടെ ബ്രോ. അമ്മയ്ക്കൊന്ന് വണ്ടി ഓടിക്കണം. അമ്മ ഓടിക്കണോ? അമ്മയ്ക്ക് ഓടിക്കണോ? ഇങ്ങോണ്ട് വെള്ളം അങ്ങനുണ്ട്. അമ്മയ്ക്കൊന്നും പറയാം. ഇവിടെ ശിങ്കാരി വെള്ളം കൊട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. പേടിച്ചിട്ടാണോ ലിപ്സ്റ്റിക് ഒക്കെ തിന്നുന്നേ? പേടിച്ചിട്ടാകുമ്പോ ലിപ്സ്റ്റിക് ഒക്കെ നക്കുന്നത് കേട്ടോ. ഇനിയാണ് അമ്മ ബോട്ടയിൽ എങ്ങനെ കേറുന്നു എന്ന് നമുക്ക് കാണാം. ഒരാളീ ചങ്ക പിടിച്ചു. പേടിച്ച് വിറച്ചുണ്ട് ഇവിടെ. പേടിച്ച് വിറച്ചിരിക്കാണ്ട് ഇവിടെ. ഇതാണ് ബോട്ടിനകം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മളൊരു ബോട്ട് കാണുന്നത് കേട്ടോ. അല്ലേ? ആദ്യമായിട്ടാണ് ഒരു ബോട്ട് കാണുന്നത്. സത്യം നല്ല രസമുണ്ട്, അടിപൊളി ബോട്ട്. ആദ്യമാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിനകത്ത് കയറുന്നത് അല്ലേ? ഇവിടെ നോക്കടാ, ഇവിടെ നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഞങ്ങൾ ആരും കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട്. ഹൗസ് ബോട്ടിൽ പോയ എക്സ്പീരിയൻസ് അല്ലേ ഇത്? വേറെ സാധനം. ഇത് അടിപൊളി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൊള്ളാം, പൊളിക്കും. ഇപ്പോൾ കുറേ ബോട്ടുണ്ട് കേട്ടോ. എല്ലാവരും മീനൂട്ടിന് പോകാൻ നടക്കുവാണ്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ സ്വന്തം ബോട്ടാണേ. ഇതാണ് ബോട്ടിൻ്റെ ഇൻറ്റീരിയർ, അകം. ഇതൊക്കെ ഉണ്ടല്ലേ മോണിറ്റർ. ഇതൊക്കെ എന്ത് സാധനം? വയർലെസ് GPS. ഇത് സ്ക്രീൻ എന്തോ? അപ്പം ക്യാമറ ആണോ? CCTV. ശരി. അടിപൊളി. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം പോയി എത്ര ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ? ഡെയിലി അങ്ങനെ വരുന്നതല്ലേ? അപ്പൊ വേറെ ബോട്ടുണ്ടോ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേ അടിക്കുന്ന ബോട്ടൊക്കെ? ആണല്ലേ? ഓഹോ. പഴം അടിച്ചു മാറ്റുന്നു. നമ്മളിപ്പോ ഇറങ്ങുമോ അതോ താമസിക്കുവോ? ആണോ? അവന്റെ പേര് അറിയത്തില്ല, എന്നിട്ട് പഴം മേടിച്ചു തന്നെയാണ്. ഇല്ലയോ? എന്തോ സ്വഭാവം ഇല്ലയോ പേര് ചോദിക്കാതെ. ഈ ഒരു സാധനം ജുറാസിക് പാർക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഇങ്ങനത്തെ സാധനം ജുറാസിക് പാർക്ക് സിനിമയില് എക്കോ സൗണ്ട് അല്ലേ? ആണല്ലേ? ഇതിലാണ് മീനിന്റെ സംഭവമൊക്കെ അറിയുന്നല്ലേ? അടിപൊളി. ഇതെന്തുവാ? എന്താ വീഞ്ഞ് സിസ്റ്റം എന്നുവെച്ചാ? നമുക്ക് താഴെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതല്ലേ, കൈവച്ച് വലിച്ചത് കേറത്തില്ല. വീഞ്ചിലാണ് എടുക്കുന്നത്. അതാണ് വീഞ്ചി. ആ കറങ്ങുന്നല്ലേ? അതാണല്ലേ വീഞ്ചി. ഇതിങ്ങനെ കറക്കുവോ? അല്ല, അത് ഫ്രണ്ട് പൊള്ളിക്കും ഇങ്ങനെ. കൊറേ സിസ്റ്റം ഉണ്ടല്ലേ, കൊള്ളാം. ഇതാണ് ബോട്ടിന്റെ എഞ്ചിൻ. താഴോട്ട് ഇറങ്ങണ്ട. കൊള്ളാം കേട്ടോ സംഭവം. നമ്മുടെ കാറിന്റെ ഒക്കെ എഞ്ചിനെ ടെർബോ. എന്ത്? അതല്ലേ? ഇതുകൊണ്ട് ആ പച്ചയാണ് ഡീസൽ ടാങ്ക് അല്ലേ?
ഉണ്ട്. ആ പച്ച അത്രയും ഡീസൽ അടിക്കുമല്ലേ? 2400 ലിറ്റർ അല്ലേ? കുടുംബശ്രീ ഗ്രൂപ്പിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. കുടുംബശ്രീ ഗ്രൂപ്പിൽ അപ്ലോഡ് ആക്കി ഓവർ ഞാൻ ബോട്ടിൽ കയറി ഓവർ കുടുംബശ്രീ ഗ്രൂപ്പിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ മീൻ പിടിക്കാൻ പോകാം. ഇന്ന് മത്തിയും കൊണ്ട് വരും. കുടുംബശ്രീക്കാർ വീട്ടിൽ വന്നാൽ കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ മത്തി തരുന്നതായിരിക്കും. അച്ഛനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് കണ്ടോ ഇന്നലെ പറഞ്ഞു എന്നെ ആരും കൊണ്ടുപോയില്ല, ഇങ്ങനെ രാധാണം ഉണ്ടെന്ന്. ഇന്ന് രാധാണം വിളിച്ചപ്പോ പറയുന്ന കേട്ടോ. പാവ അച്ഛനെ വീട്ടിൽ ഇരുത്തിയേക്കുക. എന്നിട്ട് അമ്മ കറങ്ങാൻ നടക്കും. എന്തൊരു അമ്മയല്ലേ. ഈ മീനൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരും ഭയങ്കര ഉത്സവം കേട്ടോ. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയും അത് അടിപൊളിയാക്കാൻ വേണ്ടിയും വരുന്ന ആളുകൾ അതല്ല നമ്മളീ കാണുന്നത്. അവരുടെ കൂട്ടുകാരും വീട്ടുകാരും വലിയ ബസ്സിനകത്തൊക്കെയാണ് വരുന്നത്. ഈ വാഴയൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ബോട്ടെ കിട്ടാൻ അവർക്ക് വലിയ ചടങ്ങായത്. നമുക്കത് അവരുടെ സ്നേഹം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എവിടെ നോക്കിയാലും സന്തോഷം മാത്രം. അതാണ് വേറൊരു പ്രത്യേകത. അപ്പം നമ്മൾ ബോട്ടിലൊക്കെ ഇരുന്ന് ഇനി നമ്മൾ നേരെ കടലിലോട്ട് കയറാൻ പോകാം കേട്ടോ. കടലിലോട്ട് കയറുമ്പോഴേ ഭയങ്കര വൈബും സന്തോഷവും അതും എന്തുവാണെന്ന് അറിയത്തില്ല. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. നമ്മുടെ ഈ ബോട്ട് ആദ്യത്തെ അമ്പലത്തിൽ ചെന്നിട്ട് ഇങ്ങനെ ചുറ്റും കറങ്ങും, കടലിന് ചുറ്റും കറങ്ങും. അപ്പം അതാണ് അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്ന എന്നൊരു ചടങ്ങ് പോലെയാണ് അത് കറങ്ങുന്നത്. അടിപൊളി അതൊക്കെ കാണാൻ. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നടന്ന് പ്രദക്ഷിണം വെക്കത്തില്ല. ഇത് ബോട്ടിനകത്ത് അമ്പലം സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ചുറ്റും കറങ്ങുന്നതൊക്കെ നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. നമ്മുടെ മുമ്പേ റൗണ്ട് അടിച്ച് എന്തിനായിരുന്നു? അവിടെ ഒരു മുരുകൻ അമ്പലം. മുരുകൻ അമ്പലത്തിൽ റൗണ്ട് അടിച്ച ബോട്ട് ഇങ്ങനെ പോകുമ്പോൾ മത്തി ഇങ്ങനെ ചാടും. മത്തിയെ പിടിക്കാൻ വരുന്ന പരുന്ത അത്. എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. അവർക്ക് സന്തോഷവും അവരുടെ നാടിൻ്റെ ആ ഒരു ഒത്തൊരുമയും അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ബോട്ടിലുള്ള ചേട്ടന്മാർ അവിടെ അമ്പലത്തിൽ പ്രസാദം വാങ്ങാൻ പോകുന്ന കേട്ടോ. ഇത് മനസ്സിലാവില്ലോ. അവിടെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടയിലെ ചേട്ടൻ പ്രസാദമായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അതെല്ലാവരും കയ്യിലും ബോട്ടയിൽ ഇരിക്കുന്നവരായി കൊടുത്തിട്ട് നമ്മൾ കടലിലോട്ടിടും. അടിപൊളി എക്സ്പീരിയൻസ്. എന്തു പറയണ്ടേ, ആ മനസ്സെല്ലാം ഇല്ലയോ അങ്ങ് നിറഞ്ഞ് കിടിലായി. അതെ, ഒന്നും ഓർമ്മയില്ല. ആ ബോട്ടെ കയറിയപ്പോൾ തൊട്ട് പിള്ളേരുടെ പാട്ട് അടിപൊളി. സ്പീക്കറിന്റെ സൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വോയിസ് ഒന്നും എടുക്കാൻ. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മൾ പോയ ബോട്ട് ശരവണ. അടിപൊളി മനുഷ്യര്. ഒരു രക്ഷയില്ല. എന്തൊരു സ്നേഹമെന്നറിയോ. അമ്മയൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു ഇങ്ങനെ. മറ്റേ ഈ കാലൊക്കെ ഇങ്ങനെ, മീൻസ് അവർക്ക് അറിയത്തില്ല, പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ വയസ്സായില്ലയോ, അല്ലെങ്കിൽ കൈയൊന്നും പൊങ്ങത്തില്ല. അപ്പൊ അവർ ഈ കൊച്ചു പിള്ളേരെ കെയർ ചെയ്യുന്ന പോലെ ഇങ്ങനെ അമ്മ മാത്രമല്ല എല്ലാവരും അടിപൊളി ആളുകൾ. മനസ്സ് പറഞ്ഞു കിടിലം. അപ്പൊ ഞങ്ങൾ അടുത്ത വർഷം വരുന്നതായിരിക്കും. മീനൂട്ടല്ലേ? മീനൂട്ട് പൊളി. ഒരു രക്ഷയില്ല. അടിപൊളി. മത്തിയൊക്കെ ഇങ്ങനെ കിടക്ക് ഓടുന്നു. മത്തിയൊക്കെ ഈ പിടക്കുന്ന മത്തി എന്നൊക്കെ പറയുന്ന കള്ള. ഇന്നാ പിടക്കുന്ന മത്തി ശരിക്കും കണ്ടത് ഇല്ലയോ? പോവാ. അപ്പം ബൈ. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക.